അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം വായനയും നെഞ്ചോട് ചേർത്ത ഒരു നേതാവുണ്ട് മൂവാറ്റുപുഴ പായ്പ്രയിൽ. പായ്പ്ര സ്വദേശി KP രാമചന്ദ്രനാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം 1000-ലധികം പുസ്തകങ്ങളുടെ വലിയ ലൈബ്രറി സ്വന്തം വീട്ടിലൊരുക്കി വായനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. CPIM-ന്റെ മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് KP രാമചന്ദ്രൻ. വായനാ ദിനത്തിൽ വ്യത്യസ്തനായൊരു രാഷ്ട്രീയ പ്രവർത്തകനെ നമുക്ക് പരിചയപ്പെടാം. CPIM-ന്റെ മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച് ഇപ്പോൾ ചുമതലയിൽ നിന്ന് മാറി പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിച്ചു വരുന്ന മൂവാറ്റുപുഴ പായ്പ്ര സ്വദേശി KP രാമചന്ദ്രനാണ് വായനാ ദിനത്തിൽ വ്യത്യസ്തനാകുന്നത്. തന്റെ വീട്ടിൽ ഒരു മുറിയിൽ ഒരുക്കിയ ലൈബ്രറിയാണ് വായനയെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എത്രമാത്രം നെഞ്ചോട് ചേർക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി മാറുന്നത്. 1000-ലധികം പുസ്തകങ്ങളാണ് KP രാമചന്ദ്രൻ വീട്ടിലൊരുക്കിയ ഈ ലൈബ്രറിയിലുള്ളത്. ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും വായനയ്ക്കായി ഇദ്ദേഹം മാറ്റിവയ്ക്കാറുണ്ട്. CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി അംഗം, DYFI ബ്ലോക്ക് സെക്രട്ടറി, കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി, മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്ക് പ്രസിഡന്റ്, പായ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗം തുടങ്ങിയ CPIM പ്രസ്ഥാനത്തിന്റെ പ്രധാന ചുമതലകൾ വഹിച്ചിട്ടുള്ള ആളാണ് KP രാമചന്ദ്രൻ. തന്റെ ലൈബ്രറിയിലെ പുസ്തകങ്ങളെല്ലാം നമ്പറിട്ട് അലമാരയിൽ സൂക്ഷിച്ചാണ് വായനയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നത് വ്യക്തമാക്കുന്നത്. ഇതിനോടകം നിരവധി ലൈബ്രറികൾക്കും പ്രസ്ഥാനങ്ങൾക്കും പുസ്തകങ്ങൾ സംഭാവനയായി നൽകാനും KP രാമചന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പുസ്തക ശേഖരത്തിൽ എന്തായാലും ചുരുങ്ങിയത് 1000-ലേറെ പുസ്തകങ്ങളുണ്ട്. പുസ്തക ശേഖരണം ഞാൻ തുടങ്ങിയത് ഏതാണ്ട് 1980 ദേശാഭിമാനിയുടെ ബുക്ക് ഹൗസ് ഒരു സ്കീമുണ്ടായിരുന്നു. ദേശാഭിമാനി ലൈബ്രറി എന്ന പേരിൽ സ്കീം ഉണ്ടായിരുന്നു. ആ സ്കീം നമ്മൾ നിശ്ചിതമായി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പൈസ കളക്ട് ചെയ്തിട്ട് മാസത്തിൽ പുസ്തകം എടുക്കാവുന്ന സ്കീമാണ്. 1980-ലാണത്. അക്കാലം മുതൽ ഞാൻ ലൈബ്രറിയിൽ അംഗത്വം എടുത്തു. അക്കാലം മുതൽ ഞാൻ പുസ്തകം ശേഖരിക്കുന്നതാണ്. പിന്നെ എൻ്റെ എവിടെയൊക്കെ പോയാലും നല്ല പുസ്തകം കണ്ട കളക്ട് ചെയ്യാന്നുള്ള എൻ്റെ ഒരു താല്പര്യമാണ്, എൻ്റെ സ്വഭാവമാണ്. അങ്ങനെ കളക്ട് ചെയ്ത പുസ്തകങ്ങൾ ഇനി കുറേ പുസ്തകം കൂടി ഇതിനകത്ത് ശരിയാക്കി വെക്കാനുണ്ട്, അടക്കിപ്പറക്കി വെക്കാനുണ്ട് പല സ്ഥലത്തായിട്ടിരിക്കണത്. ആ പുസ്തകം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണത്. ഇത് വരും തലമുറകൾക്ക് വരെ, എനിക്ക് ശേഷം എൻ്റെ കാലയളവിന് ശേഷം വരും തലമുറകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സമ്പത്താണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക മുറി തന്നെ അറേഞ്ച് ചെയ്ത് ഈ പുസ്തകത്തെ വളരെ മനോഹരമായി സൂക്ഷിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ് ഞാനത്. പുസ്തകങ്ങൾ ഇപ്പോഴും എവിടെ കണ്ടാലും ശേഖരിക്കുന്നതിന് അതിന്റെ വില അദ്ദേഹം പ്രശ്നമാക്കാറില്ല. രാഷ്ട്രീയം, കഥ, കവിത, ജീവചരിത്രങ്ങൾ, കൃഷി, കായികം തുടങ്ങിയ എല്ലാ മേഖലകളിലുമുള്ള പുസ്തകങ്ങളും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. വായനയിൽ നിന്നകലുന്ന പുത്തൻ തലമുറയോടും KP രാമചന്ദ്രന് ചിലത് പറയാനുണ്ട്. പുതിയ തലമുറയുടെ വായനയെ സംബന്ധിച്ച് ഇപ്പൊ ഈ റീഡിംഗ് അടക്കം വരാൻ പോവല്ലേ. അമേരിക്കയിലടക്കം പല രാജ്യങ്ങളിലും ഓരോ ദിവസവും ഓരോ പത്രങ്ങൾ തന്നെ നിന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത്. പത്രങ്ങളില്ല വായന, പേപ്പർ കടലാസ് വായന ഒന്നുമില്ല. ഇപ്പൊ ഈ ബുക്സ് വരാൻ പോവാ. 200 ഗ്രാം മാത്രം തൂക്കമുള്ള ഒരു ടാബ് മാതിരിയുള്ള അല്ലെങ്കിൽ ഒരു വലിപ്പത്തിലുള്ള മൊബൈൽ മാതിരിയുള്ള ഒരു സംഗതി, ഒരു ഇതുണ്ടെങ്കിൽ അതിൽ 1000-കണക്കിന് പുസ്തകങ്ങൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഒരു ലൈബ്രറി പോക്കറ്റിലിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ലൈബ്രറി കക്ഷത്തിൽ വെച്ചുകൊണ്ട് പോകാവുന്ന സ്ഥിതിയാണ്. അപ്പൊ എതിരെ പോയാലും എത്ര നാള് പോയാലും ഒരു പുസ്തകം പോലും കരുതണമെന്നില്ല ഈ ബുക്സിലേക്ക് വന്നു കഴിയുമ്പോൾ. 45 വർഷം മുൻപ് ശേഖരിച്ച പുസ്തകങ്ങൾ മുതൽ ഇപ്പോഴും ഭദ്രമായി തന്നെ ഈ ലൈബ്രറിയിലുണ്ട്. PN പണിക്കരുടെ പേരിൽ വായനാ ദിനം സംസ്ഥാനത്തുടനീളം നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയായി മാറുകയാണ് KP രാമചന്ദ്രൻ. വരും നാളുകളിലും പുസ്തകങ്ങളെ കൂടുതൽ അറിയാനും കൂടുതൽ പുസ്തകങ്ങൾ കരസ്ഥമാക്കാനുമുള്ള വിവിധ സജ്ജീകരണങ്ങളും ഇദ്ദേഹം ഇവിടെ നടത്തിയിട്ടുണ്ട്. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.